ലോകത്തെ മുഴുവനും നാശമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, 50,000-ലേറെ ആളുകൾ, കുരുന്നുകളും പെൺകുട്ടികളും അടക്കം ഖുദ്സിന്റെ മണ്ണിൽ കത്തിയിരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൽ സഹതപിക്കാൻ ഈ ലോകത്ത് എത്ര ആളുകൾ ഉണ്ടായി എന്നറിയണം. നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മയിൽ നിരപരാധികളായി ചുട്ടരിക്കപ്പെട്ട ഫലസ്തീനിന്റെ മക്കൾ ഉണ്ടായിരുന്നോ? നിരപരാധികളായി ചുട്ടരിക്കപ്പെട്ട പെൺകുട്ടികളെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും മതിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പവിത്രമായ ഖുദ്സിന്റെ മണ്ണിൽ ചുട്ടരിക്കപ്പെട്ട ഏതോ ഒരു ചാരിറ്റി സംഘടന കൊണ്ടുവന്നു കൊടുത്ത ബ്രെഡിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുരുന്നുകളെ ബോംബിട്ട് ഇറച്ചി കഷ്ണങ്ങളാക്കി മാറ്റി തെറിച്ചു വീഴുന്നത് നിങ്ങളുടെ കൈവെള്ളയിൽ മൊബൈലിലേക്ക് വന്ന അന്ന് എങ്ങനെയാണ് സഹോദര നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത്? ബോംബ് വർഷത്തിൽ അംഗഭംഗങ്ങൾ പറ്റി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന കുരുന്നുകളെയും പെൺകുട്ടികളെയും പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാരെ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവന്ന് ഒരു പ്രാഥമിക ട്രീറ്റ്മെന്റ് എങ്കിലും നൽകാൻ ചാരിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഹോസ്പിറ്റലും ചുട്ട് ചാമ്പലാക്കുന്ന ബോംബ് വർഷമുണ്ടായപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ട് കുനിഞ്ഞിരുന്ന് കരയാനെങ്കിലും നമ്മളിൽ എത്ര ആളുകൾക്ക് കഴിഞ്ഞു? ഇത് നമ്മളെയും ബാധിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. ഭൗതികമായ ജീവിതത്തിന്റെയും സൗകര്യങ്ങളുടെയും അതിപ്രസരത്തിൽ അവനവന്റെ ജീവിതത്തിന്റെ മട്ടുപ്പാവിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മളെപ്പോലെ ജീവനും മാംസവും വികാരങ്ങളുമുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന പച്ച മനുഷ്യന്മാര് ചുട്ട് ചാമ്പലാക്കപ്പെട്ടപ്പോൾ അരുതെന്ന് പറയാൻ ലോകത്തൊരു ശക്തിയുണ്ടായില്ല എന്നത് ആഗോള രാഷ്ട്രീയത്തിന്റെ അരക്ഷിതാവസ്ഥയാണ്. വേറൊന്നും ചെയ്യണ്ട. നിരപരാധികളായ 10,000-ങ്ങളെ ചുട്ട് ചാമ്പലാക്കി അവരുടെ വീടുകൾ തകർത്തു തരിപ്പണമാക്കിയപ്പോ അരുത് കാട്ടാള ഒന്ന് നിർത്തിവെക്കൂ എന്ന് ആജ്ഞാശക്തിയോടെ പറയാൻ ലോകത്തേതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നോ? ലോകത്തേതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നോ? ഇന്നത്തെ മീഡിയകളും നമ്മളോട് സംസാരിച്ച ഒരു വാർത്തയുണ്ട്. സമ്പൂർണ്ണ വെടിനിർത്തലിന് വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. സമ്പൂർണ്ണ വെടിനിർത്തലിന് വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഖത്തറിൽ നടക്കുന്ന ആഗോള രാഷ്ട്രീയ മേലാളന്മാരുടെ മീറ്റിങ്ങുകൾ ഒരുപാട് ഘട്ടങ്ങളിൽ അലസിപ്പോയി എന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. അതുപോലെ ആഗോള വാർത്താ ഏജൻസികൾ നമ്മളോട് പറയുകയാണ്. ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഖുദ്സിന്റെ മണ്ണിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ വെടിനിർത്തണമെന്ന് പറയാൻ ഇന്ന് പോലും ഒരു ശക്തിയില്ലാതെ വരുന്ന അരക്ഷിതമായ ആഗോള രാഷ്ട്രീയത്തിന് മുമ്പിലേക്ക് നിങ്ങൾ ഓരോരുത്തരും അറിയണം, ലോസ് ആഞ്ചൽസിൽ നിന്ന് അഗ്നിജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ഏതെങ്കിലും വികാരജീവികളല്ല പ്രതികരിച്ചത്. ലോകത്തുള്ള മീഡിയകൾ മുഴുവനും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് ഖുദ്സിലെ കുരുന്നുകളുടെ കണ്ണുനീരാണ്. ഇത് ഫലസ്തീനിലെ പാവപ്പെട്ടവരുടെ കണ്ണുനീരാണ് തീഗോളമായി പെയ്ത് വീണുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ മീഡിയ കമന്റ് അല്ല. പാർഷ്യാലിറ്റിയോടുകൂടി ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എഴുതിയതല്ല. അൽ ജസീറയെ പോലെയുള്ള മുസ്ലിം നാമമുള്ള മീഡിയകൾ എഴുതിയതല്ല.
മറിച്ച് വിളിച്ചു പറഞ്ഞത് ഇവിടെയുള്ള എല്ലാ മീഡിയകളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ആധുനികമായ ടെക്നോളജിയും സാങ്കേതിക സംവിധാനങ്ങളും വെച്ചു പുലർത്തുന്ന ലോക പോലീസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ അഗ്നി ഉയർന്നിട്ട് ലോക സിനിമകളുടെ മുഴുവൻ സ്ക്രീനുകളിലും മിന്നിമറയുന്ന താരങ്ങളും അതിന്റെ പശ്ചാത്തല സൗന്ദര്യങ്ങളും ചാമ്പലായി പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ ആലോചനയുടെ അധ്യായങ്ങളുണ്ട്. ഇവിടെ പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്, അറിയാൻ ചില അധ്യായങ്ങളുണ്ട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമകറൂ മക്റൻ വമകർനാ മക്റൻ വഹും ലാ യശ്ഉറൂൻ. അവർ ചതിയൊരുക്കുകയാണ്, കെണിവലകൾ തയ്യാറാക്കുകയാണ്. പാവപ്പെട്ട ഫലസ്തീനിലെ മുഹമ്മദ് ഉദ്ദുറയെ പോലെ, അങ്ങ് സിറിയയിലെ ബന്ന അൽ അബാദിനെ പോലെ തെരുവോരത്തേക്ക് വലിച്ചെറിയപ്പെടുകയും ലോകത്തെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത 10,000-കണക്കിന് കുരുന്നുകളും പാവങ്ങളും സ്ത്രീകളും വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താ അപരാധമാണ് ചെയ്തത് എന്ന്. നിങ്ങൾ ആരെങ്കിലും അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും റെഫ്യൂജി ക്യാമ്പുകളിന്റെ പരിസരത്തു കൂടി സഞ്ചരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പലപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോയിട്ടുണ്ട്. ദൈന്യതയുടെ മുഴുവൻ സ്വഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ദുഃഖത്തിന്റെ പരിസരമാണ് റെഫ്യൂജി ക്യാമ്പുകളെങ്കിൽ, അങ്ങ് ധാക്കയിലെയും ഹംഗറിയിലെ ബുഡാപെസ്റ്റിലെയും അഭയാർത്ഥി ക്യാമ്പുകളെ കുറിച്ചത് ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പർ പോലെ പത്രങ്ങൾ ഫീച്ചറുകൾ തയ്യാറാക്കിയപ്പോൾ അവര് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾ മാത്രമുണ്ട് ഈ ക്യാമ്പിൽ. അയാളുടെ ഭാര്യയില്ല, അയാളുടെ മക്കളില്ല, ആരോരുമില്ലാതെ വരുമ്പോൾ മകന്റെ പ്രായമുള്ള ഒരാളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, ഇതെന്റെ മകനാണ്. മകളുടെ പ്രായമുള്ള ഒരു മോളെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതെന്റെ മകളാണ്. പെങ്ങളുടെ സ്വഭാവമുള്ള ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതെന്റെ പെങ്ങളാണ്. അപ്പോൾ ഈ അണച്ചുകൂട്ടപ്പെട്ടവര് പറഞ്ഞു, എന്റെ വാപ്പയെ കാണാനില്ല, എന്റെ ഉമ്മയെ കാണാനില്ല, ഇതെന്റെ ഉപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുതിയ കുടുംബങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിൽ ലോകതലത്തിലുള്ള അഭയാർത്ഥി ക്യാമ്പുകളെ കുറിച്ച് ഫീച്ചർ വന്നതെങ്കിൽ നമ്മൾ അറിയുന്നില്ല ലോകത്തിന്റെ രാഷ്ട്രീയ ഗതിമാറ്റങ്ങൾ. അവരോട് പറയുകയാണ്, ലോകത്തെല്ലാ ശക്തികളും ഒരുപോലെ പറഞ്ഞിട്ടും മനുഷ്യത്വമുള്ളവർ മുഴുവനും തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴും വമകറൂ മക്റാ, ആഗോള ശക്തികളും ഖുദ്സിന്റെ വിരോധികളും കെണിയൊരുക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ മറുപടിയാണ്, വമകർനാ മക്റാ, നമ്മൾ ഒരു തന്ത്രം ഒരുക്കുന്നുണ്ട്. വഹും ലാ യശ്ഉറൂൻ, അവരതറിയുന്നില്ല. ഫൻളുർ കൈഫ കാന ആഖിബതു മക്രിഹിം, അവരുടെ കുതന്ത്രങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുവിൻ. അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ. കഴിഞ്ഞ കാലങ്ങളിൽ അധികാരം കൊണ്ട് അഹങ്കാരം കാണിച്ചവരെ, തന്ത്രം കൊണ്ട് അള്ളാഹുവിനെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചവരെ, ഏകനായ അള്ളാഹുവിന്റെ പരമനിയന്ത്രണത്തിലാണ് പ്രപഞ്ചത്തിന് മുഴുവനും ചലനങ്ങൾ എന്ന് വിശ്വസിച്ചിരുന്നവരെ, ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ, നമ്മൾ അവരെയും അവരുടെ ജനതയും മുഴുവനായും ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞു. ഫതിൽക ബുയൂതുഹും ഖാവിയത്തും ബിമാ ളലമൂ
അവരുടെ വീടുകൾ ഇതാ തരിപ്പണമായിരിക്കുന്നു. അവരുടെ വീടുകൾ ഇതാ തരിപ്പണമായിരിക്കുന്നു. 10,000-ഓളം വരുന്ന എണ്ണപ്പെടുന്ന ഭവനങ്ങളാണ് ലോസ് ആഞ്ചൽസിൽ ചാമ്പലായത്. 35,000 ഏക്കർ ഭൂമിയാണ് ചാമ്പലായിരിക്കുന്നത്. 102-ലേറെ ചതുരശ്ര കിലോമീറ്ററാണ് US-ന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കത്തിയെരിയുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് വാതകപ്രയോഗം നടത്തിയിട്ട് മതിയാവണില്ല. ജലസ്രോതസ്സുകളിൽ പലതും വെള്ളം കാണാനില്ല. മഴ പെയ്തിട്ട് കാലമായി. അപ്പോൾ മഴ പെയ്യിക്കുന്നവൻ ആരാണ്? വെള്ളം തരുന്നവൻ ആരാണ്? അന്തരീക്ഷത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ലോക രാഷ്ട്രീയത്തിന്റെ ലെറ്റർ പേഡ് ഒരു ഭരണാധികാരിയുടെ കയ്യിലുണ്ടാകാം. പക്ഷേ അന്തരീക്ഷത്തിന്റെ അധികാരി ആരാണ്? മഴ പെയ്യണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നവൻ ആരാണ്? ഇങ്ങനെ എന്റെയും നിങ്ങളുടെയും ആലോചനാപഥങ്ങളെ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളിലേക്ക് കടത്തിവിടുമ്പോഴാണ് അല്ലാഹു എന്ന വിളിയുടെ പ്രസക്തി അറിയുന്നത്. പ്രപഞ്ചാധിപനെ കുറിച്ചുള്ള ആലോചന വരേണ്ടത്. ഖുർആൻ വിളിച്ചു പറയുകയാണ്, ഫതിൽക ബുയൂതുഹും ഖാവിയത്തും ബിമാ ളലമൂ. അവരക്രമിച്ച കാരണമായി അവരുടെ വീടുകൾ തരിപ്പണമായിരിക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യഅലമൂൻ. അവബോധമുള്ളവരെ, നിങ്ങൾക്കിവിടെ ചിന്തിക്കാനുണ്ട്. ആലോചനയുള്ളവരുടെ, അന്വേഷണമുള്ളവരുടെ, മാനുഷിക മൂല്യങ്ങളുള്ളവരുടെ ഓർമ്മയിലേക്ക്, അറിവിലേക്ക് ഖുർആൻ പറയുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പരമാധികാരികൾ കഴിഞ്ഞുപോയി. ഞങ്ങളാണെല്ലാം എന്ന് പറഞ്ഞ ഒരുപാട് ദുശക്തികൾ കഴിഞ്ഞുപോയി. ഞാനാണ് ഈ ലോകത്തിന്റെ സ്രഷ്ടാവെന്ന് വാദിച്ചവർ കഴിഞ്ഞുപോയി. അവരുടെ പരിണിതിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവരെ പോലെ അഹങ്കാരികളാവാതിരിക്കാൻ. ലോകത്തിലെ പല താൽക്കാലിക ശക്തികളെയും ഭരണകൂടങ്ങളെയും രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ആയേക്കാം. എന്നാൽ നിങ്ങൾക്കൊരിക്കലും പ്രപഞ്ചാധിപനെ പരാജയപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ഏതൊരു ഭരണാധികാരിയും ഒന്ന് ആലോചിക്കണം. ഖുർആൻ പറയുകയാണ്, അവലം യസീറൂ ഫിൽ അർളി ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം വകാനൂ അശദ്ദ മിൻഹും ഖുവതൻ വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ശൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർളി ഇന്നഹു കാന അലീമൻ ഖദീറാ. അവലം യസീറൂ ഫിൽ അർളി, അവരീ ഭൂവിധാനത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുന്നില്ലേ? ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, കഴിഞ്ഞകാല ജനതയെക്കുറിച്ച് അവരൊന്ന് ആലോചിക്കുന്നില്ലേ? എന്താണ് അവരുടെ പരിണിതി എന്ന് ആലോചിക്കുന്നില്ലേ? വകാനൂ അശദ്ദ മിൻഹും ഖുവ്വ, അവര് നിങ്ങളെക്കാൾ സൂപ്പർ പവറുകളായിരുന്നു. റോം എവിടെ പോയി എന്ന് നിങ്ങൾ ആലോചിക്കണം. പേർഷ്യ എവിടെ പോയി എന്ന് നിങ്ങൾ ആലോചിക്കണം. സാർ ചക്രവർത്തിമാരുടെ അധികാര മണ്ഡലങ്ങൾ എവിടെയെന്ന് നിങ്ങൾ ആലോചിക്കണം. ആധുനിക ആഗോള രാഷ്ട്രീയത്തിലും ഉന്നതന്മാരായി നിന്ന ആഗോള രാഷ്ട്രീയ ശക്തികൾ എവിടെ പോയി എന്ന് നിങ്ങൾ അറിയണം. ഏതൊരു ജനതയോടും അക്രമം കാണിച്ച ഭരണാധികാരികളോ ഭരണകൂടങ്ങളോ എന്നൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതെപ്പോഴും ആലോചിക്കാനും അറിയാനുമുള്ള കാര്യമാണ്. അവരെ എല്ലാവരെയും പരാജയപ്പെടുത്തിയ ഒരു വിചാരമുണ്ട്. ആ വിചാരം എന്തായിരുന്നു? എല്ലാം എന്റെ കഴിവുകൊണ്ടാണ്, ഞാനാണ് നിയന്ത്രിക്കുന്നത്, ഞങ്ങളെ തൊടാൻ ആരുമില്ല എന്നാലോചിച്ച ശക്തികളാണ് നിലംപതിച്ചവർ മുഴുവൻ.